എടുക്കുക എടുക്കുന്നതിന്റെ തരിപ്പും കൂടെ ഈ കാണിക്കുന്നത്. എടുക്കുന്നതിന്റെ ഇയാൾ എന്താ കണ്ടെന്ന് പറ. മാത്രം ഞാൻ ആ സീറ്റിൽ കണ്ടു. ശരി എന്ന് വെച്ചാ വളരെ മോശമാണ്. ഞാനും എന്റെ ഭാര്യയും കൂടെ ഇവിടെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് BP ലോ ആയിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി ഇവിടെ കൊണ്ട് നിട്ടിരുന്ന ഞാൻ എന്റെ ഭാര്യയുടെ അടുത്തോട്ട് ഞാൻ തലവെച്ച് ഇങ്ങനെ കിടന്നപ്പോ ഈ വീട്ടിലുള്ളൊരു പെങ്കൊച്ച് അത് കണ്ടിട്ട് പറയുക ഞങ്ങൾ ഇവിടെ വേറെന്തോ കാർ ഒതുക്കിയിട്ട് വേറെന്തോ പരിപാടിയായിരുന്നു. വന്ന വഴി കണ്ടെങ്കിൽ ഇയാൾക്ക് എന്താ കണ്ടേ? ഇയാൾ എന്താ കണ്ടെന്ന് പറ. അത് ഞാനൊരു ഇരട്ട വരയിട്ട ബുക്കിൽ എഴുതി തരാം. സൗകര്യം പോലെ ഇരുന്ന് വായിച്ചോ. ഞാൻ പറയുന്നത് കണ്ടു. കണ്ടുകൊണ്ട് കണ്ടതല്ലേ? നിങ്ങൾ എങ്ങനെ കണ്ടു? അത് പിന്നെ എനിക്ക് എന്നെ കണ്ടില്ല, ഈ സീറ്റിൽ ചേച്ചിയെ കണ്ടു. എന്തായിരുന്നു ഇവിടെ സംഭവം? നീ മിണ്ടരുത്. നിങ്ങളുടെ എല്ലാ പ്ലാനിങ്ങും എനിക്ക് മനസ്സിലായി. അതെനിക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റത്തില്ല. എനിക്കൊരു മര്യാദയുണ്ട്. ആ കോളനി ഇത്ര സൽസ്വഭാവിയും കുലീനവതിയുമായ ഒരു പെണ്ണില്ല. ഇയാള് പറയുന്നില്ല എന്താ സംഭവം എന്നുള്ളത്. സ്ഥലത്ത് വെച്ച് കാണിക്കാൻ കൊള്ളാത്തതാണ്. പൊതുസ്ഥലത്ത് വെച്ചിട്ട് കാണിക്കാൻ കൊള്ളാത്തതോ? നിനക്കൊക്കെ തമാശയായിരിക്കും, പക്ഷെ എനിക്കുണ്ടായ മാനക്കേട് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം കുടുംബത്തിൽ പറക്കണം, പിന്നെ അഭിമാനത്തോടെ ജീവിക്കാൻ പഠിക്കണം. ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് BP ലോ ആയിട്ട് വന്ന് കിടക്കുന്നു. ഇവിടെ വന്ന് കിടന്നപ്പോ ഇവര് വന്നിട്ട് നമ്മുടെ പറയാ വീട്ടിന്റെ വാതൊക്കെ കിടന്നോണ്ട് ഇവര് എന്താ കാണിക്കുന്നതെന്ന് ചോദിക്കുക. കൊറേ എണ്ണുണ്ട്, ഒരു വിവരവും ഇല്ല. സമ്മതിക്കില്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. വീടിന്റെ വഴിയിൽ എന്തിനു വന്ന് കിടക്കുന്നത്? വീടിന്റെ വഴിയിൽ എന്തിനു വന്ന് കിടക്കുന്നുണ്ടോ? ഞാൻ ഇത് ഞങ്ങളുടെ വീട്. ഇയാളുടെ വീടിന്റെ വഴിയാണോ ഇത്? ഇയാളുടെ വീടിന്റെ വഴിയാണോ ഇത്? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഭാര്യയും ഭർത്താവ് ആണെന്നുള്ള അറിഞ്ഞിട്ടില്ല. ആരോ ആയിക്കോട്ടെ, മറ്റൊരാളുടെ സ്വകാര്യതയിൽ കയറി എത്തി നോക്കിയിട്ട് പറയുക, നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി, ഏതോ ഒരു പുള്ളിക്കാരനൊക്കെ ഇപ്പൊ വിളിച്ചു കൂട്ടിയിട്ട് പറയുക ഇതേപോലെ ഞങ്ങൾ ഈ കാരണത്ത് വേറെ പരിപാടിയായിരുന്നു. അത് പറയാൻ പുള്ളിക്കാരിക്ക് നാണമുണ്ട്, മാനമുണ്ട്. ബാക്കി ആർക്കും നാണോ മാനമൊന്നും ഇല്ല. ഇല്ലെങ്കിൽ സൗകര്യമില്ല. എനിക്ക് എന്റെ അവകാശം, മര്യാദ ഒന്നുമല്ല, എന്റെ അവകാശം. ഞാൻ ആരാണെന്ന് അവൾക്ക് കാണിച്ചു കൊടുത്തിട്ട് ബാക്കി കാര്യം. പേഴ്സണലായിട്ടൊരു കാര്യം സംസാരിക്കുമ്പോൾ അത് എല്ലാരെയും കൂടെ അറിയിക്കേണ്ട കാര്യം. വലിയ നിലവിലുള്ള ആളല്ലേ, എല്ലാരും അറിയട്ടെ. പേഴ്സണലായിട്ടൊരു കാര്യം സംസാരിക്കുമ്പോൾ അത് എല്ലാരെയും കൂടെ അറിയിക്കേണ്ട കാര്യം. പേഴ്സണലായിട്ട് കാര്യമല്ല. ഇയാളുടെ പേഴ്സണൽ സംസാരിക്കാൻ എനിക്കൊന്നുമില്ല. പേഴ്സണലോ? എന്ത് പേഴ്സണലോ? ഞാൻ ഇയാൾ തമ്മിൽ എന്ത് പേഴ്സണലോ ഉള്ളത്? ഞങ്ങള് പേഴ്സണലായിട്ട് സംസാരിക്കുന്ന ഈ കാറിനകത്താ. അത് വന്ന് ഒളിഞ്ഞു നോക്കിയത് ഇയാളാ. നാണം കിടട്ടെ, നാട്ടുകാരുടെ മുമ്പിൽ നാണം കിടട്ടെ. അവരുടെ വീട്ടിലോട്ട് ചേർത്തോ അല്ലെങ്കിൽ വഴിയിലോട്ട് കയറ്റിയോ ഒന്നും അല്ല ഇട്ടേക്കുന്നത്. റെസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ വഴി തന്നെ റെസ്റ്റ് എടുക്കണം. തലവേദന എടുത്തോണ്ട് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. വന്ന് ചോദിച്ചില്ല എന്തേ വണ്ടി ഇവിടെ ഇടുന്നേ, മാനയോട് ചോദിക്കാം. കാര്യം ഞങ്ങൾ പറഞ്ഞേനെ. ഇനി മേല ഇമാതിരി പോക്കൃതം കാണിക്കണം.